ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഒരു ബോർഡ് കണ്ടില്ലേ, മിയാവാക്കി നക്ഷത്രവനം ശലഭോദ്യാനം, നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ ശാന്തികത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭംഗിയേറിയ ഈ പാർക്ക് കാണാൻ എന്ത് ഭംഗിയല്ലേ. 2021 ഞാൻ ഇവിടെ കണ്ട കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇപ്പോ ഈ 2024 3 വർഷത്തിന് ശേഷം ഈ പാർക്ക് കാണാനായിട്ട് ആരും പോകണ്ട. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇവിടെ പോകണമോ വേണ്ടയോ എന്നുള്ളത്. വളരെ മനോഹരമാണ് ഈ പാർക്ക്. ഒരു മിയാവാക്കി വനമാണ്, ചിത്രശലഭത്തിന്റെ ഒരു ഉദ്യാനമാണ്. 2 മുത്തശ്ശിമാരുണ്ടോ വളരെ രസകരമായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെയുള്ള കുട്ടികൾക്കെല്ലാം കണ്ണിനെ കുളിർമയേറുന്ന ഈ കാഴ്ചകളെല്ലാം പൂന്തോട്ടത്തിനുള്ളിൽ നിൽക്കുമ്പോൾ കാണാനായിട്ട് വളരെയധികം ഭംഗിയുണ്ട്. ഒരു കുട്ടി ജനിച്ചാല് മരിക്കുന്നവരെ ഉള്ള എല്ലാ അവസ്ഥയും കാണിച്ചുകൊണ്ടാണ് ഈ ഉദ്യാനമുള്ളത്. ഞാൻ 2024 വീണ്ടും അങ്ങോട്ടൊന്ന് പോവുകയാണ്. അങ്ങനെ അതിന്റെ എൻട്രൻസ് ഗേറ്റ് കടന്നിട്ട് ഞാൻ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട് കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഞാനൊരു തിക് ഫോറസ്റ്റിനുള്ളിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. നേരത്തെ കണ്ട അതേ പാർക്കിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. പക്ഷെ ഞാൻ നേരത്തെ 2021 കണ്ട പാർക്കിലെ ചിത്രശലഭങ്ങളാണ് കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ വല്ല പുലിയോ കരടിയോ എന്തെങ്കിലും മേട്ടത്ത് ചാടുവോ എന്നുള്ളതാണ്. അവിടെ ഇടതുഭാഗത്ത് കാണുന്നതാണ് ആ ശലഭോദ്യാനം. എന്താണ് ഭംഗിയല്ലേ. ആരോ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചു നോക്കുന്ന പോലെ തോന്നുന്നല്ലേ. അല്പം കൂടി നമുക്ക് പോയിട്ട് വാഹനം നിർത്താം. വാഹനം നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങി നോക്കാം. ഇവിടെയാണ് ആ പ്ലാസ്റ്റിക് മാലിന്യ കേന്ദ്രം. ഇവിടെ ഒരു ബോർഡ് കാണാം അല്ലേ, 2021 ഉദ്ഘാടനം ചെയ്ത. ഇതാണ് മനോഹരമായ ശലഭോദ്യാനം. ആദ്യമല്ല ഞാനൊന്ന് സംശയിച്ചു, സ്ഥലം അന്വേഷിച്ച് നടന്നു. കാരണം അങ്ങനെ ഉദ്യാനം ഇവിടെ കാണുന്നില്ല. സമീപത്തുള്ള പലരോട് ചോദിച്ചപ്പോഴും അങ്ങനെ ഒരു ഉദ്യാനമേ ഇല്ല ഇവിടെ. ഒരു ക്രിമറ്റോറിയം ഉണ്ടെന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇവിടെ ഉള്ളതായിട്ട് ഇവിടെയുള്ള കടക്കാർക്ക് പോലും അറിയില്ല. നെന്മാറ ടൗണിലെല്ലാം അന്വേഷിച്ചപ്പോൾ സ്ഥലം റൂട്ട് തന്നെ പറയാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അവസാനം ഈ ക്രിമറ്റോറിയം അന്വേഷിച്ചാണ് ഞാനിവിടെ എത്തിയത്. ഇപ്പോൾ നമുക്കിനി നമ്മൾ 2021 കണ്ട കാഴ്ച ഒന്ന് വീണ്ടും കാണാം. അതിനു മുമ്പ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോകൾ എന്ന് ഞാൻ പറയുന്നില്ല, കൂട്ടത്തിൽ ഇതുപോലെയും. കാരണം അറിയാതെ പോയി കയ്യിലെ കാശ് കളയണ്ടല്ലോ. കണ്ടില്ല നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ പാർക്ക് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. ഞാനിതിവിടെ കാണിക്കുന്നത് ഇതിന്റെ ചുമതലക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇത് കാണുകയാണെങ്കിൽ വീണ്ടും ഒന്ന് പഴയപടി പാർക്കാക്കുന്നതിന് വേണ്ടി, ഒന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കിടന്ന് നശിച്ചു പോകുന്നത് കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. നേരത്തെ കണ്ട മുത്തശ്ശിമാരാണ് ഇവിടെ ഇരിക്കുന്ന ഈ പ്ലാസ്റ്റിക് കുമ്പാരത്തിനുള്ളിൽ. ഇത് കാണാനാണോ വന്നതെന്നാണ് കൂടെ വന്നവര് ചോദിക്കുന്നത്. എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇവിടുത്തെ പാർക്കിന്റെ അവസ്ഥ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. വീണ്ടും ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു, ഇതിന് ഉത്തരവാദപ്പെട്ടവര് ഈ വീഡിയോ കാണുകയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പൊതുജനങ്ങൾക്ക്
വീണ്ടും ഇത് തുറന്നു കൊടുക്കണം. ഡിസംബറിലെ കാഴ്ചകളാണിത്. കൂടുതലായിട്ടൊന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയില് കുറെ നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.